ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് സമൂസ ഷീറ്റ് കൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അത് അധികം സ്റ്റിഫ് പീക്കൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കഴിഞ്ഞ ദിവസം സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കി വന്ന സമൂസ ഷീറ്റും പിന്നെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ജസ്റ്റ് ചുരുട്ടി എടുത്തിട്ട് അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മൈദപ്പശ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് വറുത്ത് കോരി മാറ്റാം. ഇപ്പോൾ ഇതൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരി മാറ്റാം കേട്ടോ. ഇനി അടുത്ത ബാച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടും കേട്ടോ. അധികം ടൈമൊന്നും വേണ്ട. പിന്നെ ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലാണെങ്കിൽ എണ്ണയൊക്കെ കുടിച്ചു പോകും. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗനാഷ് ആക്കി വെച്ചിട്ടുള്ള ആ മിക്സിൽ രണ്ട് ഭാഗവും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് മാത്രം ആക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് മാത്രമൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മൾ സമൂസ ഷീറ്റൊക്കെ വാങ്ങിയിട്ട് ബാക്കിയാവും, ചിലപ്പോൾ മുറിഞ്ഞു പോകുന്നുണ്ടാവും. അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ പൊരിച്ചിട്ട് സൈഡിൽ എന്തെങ്കിലും ചോക്ലേറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷിലൊക്കെ മുക്കിയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കാണാനൊരു ഭംഗിയാണ്, തിന്നാനൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും താങ്ക്